നമസ്കാരം. വിമുക്തി 2025 എന്ന പേരിൽ ചിന്മയ ന്യൂസിന്റെയും എന്റെ ഗ്രാമം ജനകീയ വേദിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നേര്യമംഗലത്ത് ലഹരിവിരുദ്ധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. നേര്യമംഗലത്ത് വിവിധ രാഷ്ട്രീയ സാംസ്കാരിക മത മേലധ്യക്ഷന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നേര്യമംഗലം ബസ് സ്റ്റാൻഡിലാണ് പരിപാടി നടത്തിയത്. ഇന്നത്തെ യുവജനത അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഒന്നായ മദ്യം, മയക്കുമരുന്ന്, ലാസലഹരി എന്നിവയ്ക്കെതിരെ നമ്മുടെ സമൂഹം പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് കവളങ്ങാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിസി ജോളി പറഞ്ഞു. വിമുക്തി 2025 ലഹരിവിരുദ്ധ പോരാട്ട ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. എന്റെ ഗ്രാമം ജനകീയ കൂട്ടായ്മയുടെ ജനപ്രതിനിധിയും കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡ് മെമ്പർ കൂടിയായ ജിംസിയ ബിജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇന്നത്തെ കുട്ടികളും യുവാക്കളും ലഹരി എന്ന വിപത്തുമായി ബന്ധപ്പെട്ട് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് ഊന്നുകൽ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ബസന്ത് സിസി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ചടങ്ങിൽ നേര്യമംഗലം മുഹയുദ്ദീൻ മസ്ജിദ് ഇമാം അബ്ദുൽ ഹലീം ഫൈസി, നേര്യമംഗലം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം പ്രസിഡന്റ് ബാലകൃഷ്ണൻ നായർ, CPI നേര്യമംഗലം ലോക്കൽ സെക്രട്ടറി സിറിൽ ദാസ്, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് KM അലിയാർ, BJP നേര്യമംഗലം മേഖലാ പ്രസിഡന്റ് EM സഞ്ജീവ്, UDF മുതിർന്ന നേതാവ് PR രവി, MH നൌഷാദ്, റസാഖ് മാളിയക്കൽ, RSP കോതമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് AC രാജശേഖരൻ, NSS കരയോഗം പ്രതിനിധി ദിബു മൊളയൽ, യുവമോർച്ച പ്രതിനിധി ഹരിചന്ദ്രൻ KC, നിള കലാ സാംസ്കാരിക സംഘടനാ സെക്രട്ടറി CR രാജു എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ചിന്മയ ന്യൂസ് ഡയറക്ടർ ബോർഡ് അംഗം ബിനു കരേറ്റൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സംസ്ഥാന സർക്കാർ അംഗീകാരം നേടിയ രാധിക ടീച്ചർ ലഹരിവിരുദ്ധ പ്രതിജ്ഞയും എന്റെ ഗ്രാമം ജനകീയ വേദിയുടെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ തീം ഡാൻസും അവതരിപ്പിച്ചു. ചടങ്ങിൽ പ്രോഗ്രാം കൺവീനർ KM ഷിമിർ നന്ദിയും പറഞ്ഞു. ലഹരിവിരുദ്ധ ക്യാമ്പയിൻ 2025 വിമുക്തി സംഘടിപ്പിക്കുമ്പോൾ യുവതലമുറയെ സംബന്ധിച്ച് നമുക്കറിയാം, യുവതലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് നശിക്കുന്ന ഒരു സാഹചര്യമാണ്. 2020 കണക്കുകൾ പ്രകാരം ഈ ലോകത്താകമാനം മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. 284 ദശലക്ഷം ആളുകൾ മയക്കുമരുന്നിന് അടിമപ്പെട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 10 വർഷത്തിൽ കൂടുതൽ 26% ആളുകൾ കൂടുതലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും കുറവിലോട്ട് ഇത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. 112 പേർ മയക്കുമരുന്ന് കുത്തിവെക്കുന്നുണ്ടെന്നും അതിൽ പകുതി പേർക്ക് ഹെപ്പറ്റൈറ്റിസ് രോഗമാണെന്നും 14 ലക്ഷം പേർക്ക് എയ്ഡ്സ് രോഗബാധിതരാണ് എന്നുള്ളത് നമ്മൾ വളരെ ഞെട്ടലോടുകൂടിയാണ് നോക്കിക്കാണുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രിയമുള്ളവരെ, നമുക്കറിയാം, യുവതലമുറ നശിക്കുന്നത് യുവതലമുറയുടെ മദ്യം യുവതലമുറ ഉപയോഗിക്കുന്നത് മൂലം കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും എല്ലാം ഒരു വലിയ സ്വപ്നമാണ് നഷ്ടപ്പെടുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുപോലെ കുട്ടികൾ, നമുക്കറിയാം, കുട്ടികളെ ചെറുപ്പം മുതൽ അവരുടെ അടിസ്ഥാനം വിട്ട് അവർക്ക് ഇതിനെ ലഹരി ബോധവൽക്കരണം കൊടുക്കണം. ഒരു നിയമം കൊണ്ട് മാത്രം ഇതൊന്നും സാധിക്കുകയില്ല. പക്ഷേ കുട്ടികൾക്ക് ചെറുപ്പകാലം മുതൽ അവർക്ക് ബോധവൽക്കരണം കൊടുക്കണം.